ഭാനുമതി ഭാനുമതി ഭാനുമതി. അത് ശരിയാണല്ലോ, വലിയ ചൂടൊന്നുമില്ലല്ലോ. ഭാനുമതി, ഞാൻ വെറുതെ എന്തിന് ഏസിയിട്ടുള്ള പൈസ കളയുന്നത്? ഇനി എൻ്റെ ഭാര്യ ഭാനുമതിയോട്, ഭാനുമതി നീ എന്നെ വിട്ടേച്ച് പോയിട്ട് 15 വർഷമായി. നമ്മുടെ മകൻ വളർന്നങ്ങ് വലുതായി, അവൻ കല്യാണപ്രായമായി. അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്ന് വിചാരിച്ച മുടിഞ്ഞ ഈഗോ അടിക്കും. ആർക്ക്? എനിക്ക്, അല്ലാതെ പിന്നെ ആർക്ക്? ഇതൊന്നും ശരിയല്ല കേട്ടാ. എനിക്കറിയാം ഭാനുമതി, ഇതൊന്നും ശരിയല്ലെന്ന്. അറുകപ്പെട്ടല്ലേ വേപ്പപ്പെട്ട, ഇങ്ങോട്ട് നോക്കുക. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പെണ്ണ് കാണാൻ പോണ്ടേ? നമുക്ക് പതുക്കെ പറ. പെണ്ണ് കാണാൻ പോണ്ടേ? എടാ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതേ, ആരും കാണാതെ ജംഗ്ഷനിൽ ആ കലിങ്ങിന്റെ അവിടെ ഒളിച്ചു നിൽക്കാനല്ലേ. ഞാൻ നിന്നെ തിരക്കി അവിടെ വരുമ്പം നീ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വട്ടം ചുറ്റൂലേ. എന്റെ പൊന്നു കുറുപ്പേട്ടാ, നിങ്ങൾ മണ്ടനാണ്, അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടെ. അത് സത്യം, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾ മണ്ടനായിട്ട് ജീവിക്കുകയല്ലേ. അതല്ല, നിനക്കൊരു കാര്യം അറിയാമോ? എന്തോന്ന്? എന്റെ ഭാനുമതി മരിച്ചതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. രണ്ടാമത് കിട്ടിയതാ? അത് പത്മാവതിയെ കാണുന്നവരെ മാത്രം. പത്മാവതി കാണുന്നവരെ മാത്രം? പത്മാവതി അത് ഭാനുമതിയുടെ പേരിറക്കാൻ വന്ന വൈറ്റാട്ടി. വൈറ്റാട്ടിയെ പോലും വെറുതെ വിടാത്ത മനുഷ്യ. അവളുമായിട്ട് അധിക കാലം ജീവിക്കാൻ പറ്റില്ല. അവളെ ഈശ്വരൻ കൊണ്ടുപോയി. അതങ്ങനെ തന്നെ, നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിച്ച് മേളിലോട്ട് കൊണ്ടുപോകും. മോളിലിരിക്കുന്ന ഈശ്വരനല്ല, പിന്നെ കറവക്കാരൻ ഈശ്വരൻ. അവന്റെ പാലും തൊട്ടി ആറ്റിയായിട്ടുള്ള വരവ് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവൻ പശുവിനെ കറക്കാൻ വരുന്നതല്ല, എന്റെ പത്മാവതിയെ കറക്കിക്കൊണ്ട് പോകാൻ വരുന്നതാണെന്ന്. നിങ്ങളെ കുടുംബകാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അടിപൊളി പെണ്ണാണ്, മീന എന്നാണ് പേര്. നമുക്ക് പെണ്ണ് കാണാൻ പോണ്ടേ? പതുക്കെ പറയടാ, അവൻ അതിനകത്തുണ്ട്. ഇതിനകത്താ? അതല്ലത്, പിന്നെ അവൻ തേങ്ങ അവൻ മുറിക്കകത്തുണ്ടെന്ന്. തേങ്ങ മുറിക്കാത്ത തേങ്ങടാ കുരിപ്പാ? അതല്ലെന്ന്. അവനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ. ബർമ്മയ്ക്ക് ആപ്പ് വെച്ചവനാണ്. ബർമ്മയായിട്ട് എന്തെങ്കിലും കൽപ്പുണ്ടാവൻ? എന്തിന് ബർമ്മയ്ക്ക് ആപ്പ് വെച്ചെന്ന് പറഞ്ഞു? പിന്നെ ഞാനൊരു ഉപ പറഞ്ഞതാ, ബർമ്മയ്ക്ക് ആപ്പ് വെച്ചവനെന്ന്. അങ്ങനെ അധികം പിടിച്ചങ്ങ് തൂങ്ങി. എന്റെ മോനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ, അവൻ ഭയങ്കര കുഴപ്പമാ. ഞാൻ പെണ്ണ് കാണാൻ പോണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊന്നു കളയും. അതുകൊണ്ട് അവൻ വന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? നിന്റെ ശവോടൊക്കെ ഞാനിവിടെ നടത്തും. പിന്നെ എന്ത് പറയണം? പറയരുത്. നമ്മളൊരു വസ്തു നോക്കാൻ പോണെന്ന് പറയാം. അങ്ങനെ പറയണം? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ വസ്തു നോക്കാൻ പോണെന്ന് ഒഴിച്ചു കൂട്ടാൻ വരുമ്പോ ഞാൻ പറയണം? ഒഴിച്ചു കൂട്ടാനാ? നിങ്ങളെ മോന്റെ പേര്? എടാ, ഒഴിച്ചു കൂട്ടാനെന്നല്ല, കൊച്ചുകുട്ടൻ. കൊച്ചുകൂട്ടൻ പറയണം. വിലക്ക് ആണെങ്കിലും ശബ്ദം കേട്ടാ മതി, കിട്ടാ പറയ്ക്കും. കൊച്ചുകൂട്ടാ എന്താന്ന് വെച്ചാ എന്തോന്ന് വേണം? ഇവിടെ ആരും വിറക്കില്ലല്ലോ. നീ എന്നെ തൊട്ടു നോക്ക്. അതാ പറഞ്ഞത്, അവന്റെ ശബ്ദം കേട്ടാ മതി ഞാൻ പറയ്ക്കും. അപ്പൊ അവൻ വന്ന് ഇത് കേട്ടുള്ള അവസ്ഥ അറിയാലോ, അതുകൊണ്ട് മിണ്ടാ നിക്കണം. അച്ഛാ, ഇവിടെ ഒരു പൂടപ്പട്ടി വന്നിരിക്കുന്നു. അച്ഛന്റെ മുഖത്ത് നോക്കി പൂടപ്പട്ടിന്ന്. എന്തോന്ന് വേഷം? എങ്ങോട്ട് പോന്നു? ഞാൻ ചാവാൻ പോണു. എവിടെ പോയാലും 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോണം. നീ ഇപ്പൊ എവിടെ പോണ്? ഞാൻ മ്യൂസിയം വരെ പോണു. പുതിയൊരു കുരങ്ങനെ കൊണ്ടു, അതിനെ കാണാൻ പോകും. അച്ഛൻ ഇവിടെ നിൽക്കുമ്പോഴാ? വേറെ കുരങ്ങ് അതല്ല, അച്ഛൻ കൊണ്ടുപോയി കാണിക്കും. കയറിപ്പോഴകത്ത്. എങ്ങോട്ട് പോകുന്നു? മീനെ കാണാൻ പോണു. മീനെ കാണാൻ പോകുന്ന? അല്ല, മീനിനെ കാണാൻ പോണ്. മീനിനെ ആ ചന്തയിൽ പോയി മീനിനെ കണ്ടാലല്ലേ നല്ല മീനാണോ ചീത്ത മീനാണോ എന്നറിയാൻ നമുക്ക് മേടിക്കാൻ. അതുകൊണ്ട് മീനിനെ കാണാൻ പോണ്. ഈ സ്പ്രേ ഒക്കെ അടിച്ചോണ്ടാ ചന്തയിൽ പോകുന്നത്? മക്കളെ, ഈ ചന്തയിൽ ചെല്ലുമ്പോഴേ അവിടെ മീൻ്റെ ഒക്കെ ഭയങ്കര നാറ്റമായിരിക്കൂലേ. നമ്മളെ നാറ്റം കൂടെ കൊണ്ട് ചെന്നാലേ കുടുംബത്തിന് പേര് ദോഷമല്ലേ. അതുകൊണ്ടാണ് അച്ഛൻ സ്പ്രേ ഒക്കെ അടിച്ച് മീൻ വാങ്ങാൻ പോകാന്ന് വിചാരിച്ചത്. അതാണ് അച്ഛൻ പറഞ്ഞത്. നമ്മളെ കുടുംബത്തിന് നല്ലൊരു അന്തസ്സുണ്ട്, നമ്മളത് കളയാൻ പറ്റുമോ? ഉരുണ്ട് പറയല്ലേ. അത് പിന്നെ ട്രിപ്പിൾ എലിഫന്റ്. ട്രിപ്പിൾ എലിഫന്റാ? മൂന്നാണ്. ബ്രോക്കർ. ബ്രോക്കർ എന്താ ഈ വീട്ടുകാരി? ചോദിച്ചത് കേട്ടോ, ബ്രോക്കർ. പറഞ്ഞോളൂ. ഞാൻ എന്തേലും പറയാ? ബസ് വാങ്ങിക്കാൻ പോണു. അല്ല, കാറാ? അല്ല, വസ്തു നോക്കാൻ പോണു. വസ്തു എങ്ങനെ ഉണ്ട്? വാസ്തു അല്ല, കീടിലും വെളുത്തൂരിനും അല്ല, ഉണ്ടക്കണ്ണുള്ള വസ്തുവാ. അത് പിന്നെ ഈ വസ്തുവിലെ പലരും കണ്ണു വെച്ചൊക്കെ ഉണ്ടക്കണ്ണൊക്കെ വെച്ച് നോക്കി വെച്ചേക്കും. അതിനു മുമ്പ് നമ്മൾ ചെന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വസ്തു നോക്കാൻ പോണ്. എനിക്ക് മനസ്സിലായി. ബ്രോക്കർ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലായി. പെണ്ണ് കാണാൻ പോകുന്നു. ഇന്ന് പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വീടിന് പുറകുള്ള റബ്ബർ മരത്തിൽ നിന്ന് 2 ചിരട്ട ഞാൻ എടുത്ത് മാറ്റും. അയ്യോ, അപ്പൊ നമുക്ക് റബ്ബർ പാൽ എടുക്കണ്ടേ? മുണ്ടൊന്ന് പൊക്കിയാണ്. ഈ ഇരിക്കുന്ന 2 ചിരട്ട ഉണ്ടല്ലോ, ഇതെടുത്ത് അവിടെ വയ്ക്കും. അയ്യോ, അപ്പൊ അച്ഛൻ നടക്കണ്ട, കാലിന് അടിച്ചൊടിക്കും. അച്ഛൻ, ഞാൻ സത്യം പറയാണ്. അച്ഛൻ ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് പുറകെ ഞാനും ഇറങ്ങും. നാളെ രാവിലെ നാട്ടുകാർ പറഞ്ഞിട്ടായാലും അച്ഛൻ അറിയും. ആ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള ആശാ ലോഡ്ജിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് കല്യാണക്കുറുപ്പിന്റെ മോനെ നാട്ടുകാർ പൊക്കിയെന്നു. അങ്ങനെ ഞാൻ നാറ്റിക്കും. എനിക്കിത് വേണം. അമ്മയുടെ തരൂല, എന്റെ ഡയറിയാണ്. ബ്രോക്കർക്ക് അറിയോ? നിങ്ങൾ വെയിറ്റ് ചെയ്യോ? എന്തിന്? പിന്നെ ബ്രോക്കർ അറിയോന്ന് ചോദിച്ചു. ബ്രോക്കർ അറിയുമോ നല്ല ചോദ്യം. പിന്നെ എന്തോന്ന് ചോദിച്ചു? ബ്രോക്കർക്ക് അറിയുമോ എന്നാണ്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയാവൂ.
കടക്കൽ തിയേറ്റേഴ്സിന്റെ സംവിധായകൻ ചതിച്ച ചതിയായി. കടക്കൽ തിയേറ്ററിൽ സംവിധാനം ചതിച്ചാ? അവൻ നേരെ ചൊവ്വേ നാടകം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ വെളുപ്പിന് 6:30 മണിക്ക് വീട്ടിൽ വരണം. ഞാൻ നാടകം പൊളിഞ്ഞ് 12 മണിക്ക് കയറി വരുമായിരുന്നു. അങ്ങനെ 12 മണിക്ക് കയറി വന്നതിന്റെ പ്രതീകമാണ് ഈ തടി വടി പോലെ ഇവിടെ നിൽക്കുന്നത്. ഇവന്റെ അമ്മ മരിക്കാൻ നേരത്തെ അവസാനമായി എന്താ പറഞ്ഞെന്ന്? വെള്ളം വെള്ളം അല്ല ഉറുപ്പേട്ട, ഞാൻ മരിച്ചാൽ നിങ്ങൾ തനിച്ചായി പോവും, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കാന്ന്. നിങ്ങൾക്ക് കല്യാണമല്ല വേണം, നിങ്ങളെ പൂട്ടിയിടണം ഇവിടെ. ഇവനെ എന്റെ മോനാണെങ്കിലും എന്റെ മോനല്ല. ഒരു ചെറ്റ വർത്താനം പറഞ്ഞ് ആടിക്കാൻ കേട്ടുകളയും. ഞാൻ സെന്റി പിടിച്ചത് Now ball is in my court. തന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നടോ. എനിക്കെല്ലാം മനസ്സിലായി. ഒരു ചിത്രം വരച്ചതുപോലെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ? അയ്യോ തന്റെ മോനും കൂടെ മിസ്റ്റർ പവൻ കല്യാൺ, നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ കേൾക്കണം. ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് കണ്ടുപിടിച്ച് ലോകത്തും ഞെട്ടിച്ച ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു എന്റെ അച്ഛൻ ചൗധരി. ചൗധരി. അച്ഛന്റെ ഈ കണ്ടുപിടുത്തത്തിൽ മനം നൊന്ത് ഒരുപാട് രാജ്യക്കാർ ചാരന്മാരയച്ചു. അതിൽ അച്ഛന്റെ സഹായമായിട്ട് കൂടി ഒരു വെറും ചാരനായിരുന്നു ഈ നിൽക്കുന്ന മനുഷ്യൻ. അതെ, അച്ഛന്റെ കൂടെ കൂടി ലാബിലുള്ള എല്ലാ രഹസ്യങ്ങളും കൈക്കലാക്കിയതിനു ശേഷം ഇയാളുടെ ശ്രദ്ധയും ലക്ഷ്യവും അത് മാത്രമായിരുന്നില്ല. ഇയാളുടെ ലക്ഷ്യം സുന്ദരിയായ എന്റെ അച്ഛന്റെ ഭാര്യയിലായിരുന്നു. രാജരാജ ഗൗഡയുടെ കോടീശ്വരിയായ പുത്രി എന്റെ അമ്മ. അമ്മയെ സ്വന്തമാക്കണം പലതും പറഞ്ഞു, പ്രേരിപ്പിച്ചു. അമ്മ വഴങ്ങിയില്ല. അമ്മയുടെ കൂടെ കൂടി അപ്പോ ഇയാളുടെ കുശാഗ്ര ഒരു കാറപകടം മെനഞ്ഞെടുത്തു. അച്ഛനെ കൊന്നതിന് ശേഷം അമ്മയെ സ്വന്തമാക്കി. പിന്നെ ഇയാളുടെ ആവശ്യം വേറെയായിരുന്നു, കോടീശ്വരനാവണം. പലതും പറഞ്ഞു. അമ്മയെ വീണ്ടും പ്രേരിപ്പിച്ചു. അമ്മ മുദ്രപത്രത്തിൽ ഒപ്പിട്ടില്ല. അമ്മയെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ല, ഈ കാപാലികൻ അറിഞ്ഞിരുന്നില്ല അമ്മയ്ക്കൊരു ചോരക്കുഞ്ഞിനെ കാരാഗ്രഹത്തിൽ വെച്ച് കിട്ടിയെന്ന്. ചൂരക്കുഞ്ഞല്ല, ചോരക്കുഞ്ഞ്. 30 വർഷങ്ങൾക്ക് ശേഷം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് തന്റെ മുമ്പിൽ 6 അടി പൊക്കത്തിൽ അന്തകനായി വന്ന് നിൽക്കുന്നു. നേനു കാവാലി ചൂപ്പിസ്ഥാനോ നരേന്ദ്ര ഷെട്ടി, തന്റെ അന്തകൻ. നരേന്ദ്ര ഷെട്ടി അതാരടാ? നിങ്ങൾ തന്നെ. അയ്യോ, വിളിക്കുന്ന ഒരു തെലുങ്ക് സിനിമകൾ കണ്ടിട്ട് അതിലെ ഡയലോഗ് പറഞ്ഞ് എന്നെ കളിയാക്കാന്ന് വെച്ചാ ഇന്ന് ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടുന്നില്ല. സിനിമയുടെ കണ്ടത് ചപ്പണ്ടി സൂര്യ ഏതാണ്ട് ഇന്ത്യ. എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. കൈവാക്കിലൊന്നും കയറി കൊടുക്കല്ലേ. എന്റെ ചപ്പണ്ണി കുപ്പട്ടി കാണിച്ച് കപ്പൽ ടിമിട്ടായി ആക്കി കളയും. ഒന്നാമത് ഭ്രാന്തെടുത്തിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായില്ല. സത്യം ഇവൻ എന്റെ മകനാണെങ്കിലും അവന്റെ ശബ്ദവും സൗന്ദര്യവും എല്ലാം അവന്റെ അമ്മയുടെതാണ് കിട്ടിയേക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഒന്നണ്ടാ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞത്? നരാധമൻ, ഖാൻ, സ്വന്തമായൊരു ഷഡ്ഡി ഇല്ലാത്ത എന്നെ നരേന്ദ്ര ഷെട്ടി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ എങ്ങനെ വളർത്തിയെന്ന് അറിയാമോടാ? എനിക്കറിഞ്ഞൂടാ. അച്ഛൻ പറ. ഒരാവശ്യം പറഞ്ഞാലും കേട്ടോ. ഒരു ചിരി, 2 ചുമ, ഒരു ദീർഘനിശ്വാസം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്തിനാണ് അങ്ങനെ ഡബ് ചെയ്യാൻ പോയത്? സാധാരണ എന്നോട് പറയാനുള്ള ഡയലോഗ് മറന്ന് പ്ലാഞ്ചി അണ്ണാക്കി പിരിവിട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ അകത്തല്ല പോകുന്നത്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അച്ഛനെ കാരണം ഈ നാട്ടിൽ പോയി പെണ്ണ് കണ്ട് ഞാൻ ക്ഷീണിച്ചച്ചാ. ചീമച്ചക്കല്ല, ക്ഷീണിച്ചച്ചാ. ഏത് വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടാലും ആ പെണ്ണ് പറയും എന്നെ കുഞ്ഞമ്മാന്ന് വിളിക്കണോ. ഞാൻ ചെല്ലുന്നതിന് മുന്നേ എത്രയും നാൾ മുമ്പ് അവിടെ പോയി പെണ്ണ് കണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല എനിക്ക്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ, വേറെ സ്ഥലത്തോട്ട് പോവാണ്. 5 സ്ത്രീകൾക്ക് ഒരു പുരുഷനെ മാത്രം മതി എന്നുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് പോയി പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിച്ചോളാം. ഇവിടെ നിൽക്കില്ല. എനിക്കിപ്പോ മനസ്സിലായി എന്റെ ഭാഗത്താ തെറ്റ്. നമ്മുടെ മക്കൾ നമ്മളോളം വളരുമ്പോ നമ്മൾ അവർക്കൊപ്പം നിൽക്കണം. ബ്രോക്കറെ, എത്രയും പെട്ടെന്ന് ഒരു നല്ല പെണ്ണെ കണ്ടുപിടിച്ച് എന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബംഗ്ലാവിൽ അവനും അവന്റെ ഭാര്യയുമായിട്ട് സുഖിച്ച് ജീവിക്കട്ടെ. ഞാനാണ് ഈ വീട്ടിൽ നിന്ന് പോട്ടത്. ഞാൻ പൊക്കൊള്ളാം. വിഷമിച്ച് പോണണ്ടാടാ. ഇടാ, തീർത്ഥയാത്രയ്ക്ക് പോണണ്ടാടാ. തിരിച്ച് വിളിയാണ് അങ്ങനെ. തീർത്ഥയാത്രയ്ക്ക് എന്റെ പട്ടി പോകും. എന്റെ എല്ലാ യാത്രയും തീർത്തിട്ട് നീ നേരത്തെ പറഞ്ഞില്ലേ 5 പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷന്റെ രാജ്യം ഉണ്ടെന്ന്. അത് എവിടെയാടാ? എന്തിന്? 5 അമ്മമാരെ മോനായിട്ട് നിനക്ക് ഷൈ ചെയ്യാം. ചെറുതച്ഛനല്ലടാ, ഇത് വെളുത്തച്ഛനാണ്. വെളുത്തച്ഛൻ ഒരു രീതിയിൽ അടങ്ങരുത്. എനിക്ക് വേണം. അടങ്ങിയില്ല കുറുപ്പേ.